കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയുമായി ആരോഗ്യവകുപ്പ്. കൂട്ട സ്ഥലമാറ്റം അടക്കമുള്ള നടപടിക്കാണ് സാധ്യത. ആശുപത്രി ജീവനക്കാർക്ക് ഗുരുതര പിഴവുണ്ടായി. അതേസമയം കുട്ടിക്ക് 14 വർഷം തുടർ പരിശോധനകൾ വേണമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സംഭവം അന്വേഷിച്ച വിദഗ്ധ സമിതി അറിയിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർക്ക് ഗുരുതര പിഴവ് സംഭവിച്ചുവെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ഉപയോഗിച്ച സൂചി കിടക്കയിൽ വന്ന സാഹചര്യം സംഭവിക്കാൻ പാടില്ലാത്ത പിഴവാണ്. വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ആശുപത്രി ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നത്. അതേസമയം കുട്ടിക്ക് 14 വർഷം തുടർ പരിശോധന വേണമെന്ന വാർത്തയ്ക്ക് ശാസ്ത്രീയ അടിസ്ഥാനമില്ലെന്ന് സംഭവം അന്വേഷിക്കുന്ന വിദഗ്ധ സമിതി വ്യക്തമാക്കി. കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയ സൂചിയിൽ കട്ട പിടിച്ച പഴയ രക്തമാണുണ്ടായിരുന്നത്. ഇക്കാര്യം പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെട്ടിരുന്നു. കുട്ടിക്ക് സാധാരണഗതിയിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചെറിയ രോഗസാധ്യത മാത്രമാണുള്ളത്. രക്തപരിശോധനയിൽ ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ കുത്തിവയ്പ് മുഖേന കുട്ടിയുടെ പ്രതിരോധ സംവിധാനം തൃപ്തികരമാണ്. കട്ട പിടിച്ചു പഴകിയ രക്തത്തിൽ നിന്നും HIV അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമാണ്. എന്നാൽ കുടുംബത്തിന്റെ ആശങ്ക അകറ്റുന്നതിന്റെ ഭാഗമായി 3-ാം മാസവും 6-ാം മാസവും പുനർപരിശോധന നടത്തി നിരീക്ഷിക്കുമെന്നും സമിതി അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസിന്റെ നേതൃത്വത്തിലാണ് വിദഗ്ധ സമിതി യോഗം ചേർന്നത്. ജൂലൈ 19-നാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ തുടയിൽ സിറിഞ്ച് തുളച്ചു കയറിയത്. ജനം, ആലപ്പുഴ.